ഹലോ എവ്രി വൺ. കുവൈറ്റ് എംബോയ്സിലേക്ക് സെലക്ഷനായി വരാനിരിക്കുന്നവർക്ക് അനവധി ചോദ്യങ്ങളും സംശയങ്ങളുമാണ് ഉള്ളത്. അതിനുള്ള മറുപടികൾ എത്ര കൊടുത്താൽ പോലും വീണ്ടും വീണ്ടും അതേ ചോദ്യങ്ങളും സംശയങ്ങളും മെയിൽ കൂടെയും അല്ലെങ്കിൽ വീഡിയോയുടെ താഴെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാറ്റിനും വേണ്ടിയിട്ടുള്ളൊരു മറുപടി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്ന, ഞാൻ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. എങ്ങനെയാണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് അതിൻ്റെ ഒരു കോപ്പിയും ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും പലരും ഇമെയിലിൽ കൂടെ എൻ്റെ കോപ്പി തരാമോ എന്ന് ചോദിക്കുകയും ഞാൻ പലർക്കും അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നതാണ്, ട്രാൻസ്ക്രിപ്റ്റും ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റും ഒന്നാണോ എന്നുള്ളത്. തീർച്ചയായിട്ടുമല്ല. ട്രാൻസ്ക്രിപ്റ്റും ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റും നമുക്ക് ലഭിക്കേണ്ടത് നമ്മൾ പഠിച്ച സ്ഥലത്ത് നിന്ന് തന്നെയാണ്. ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ അവേഴ്സ്, ഏതൊക്കെ സബ്ജക്ട്സ്, എത്ര അവേഴ്സ് കവർ ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നേരത്തെ മുതൽ കുവൈറ്റ് എംബോയ്സിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തേ മതിയാവും. കുവൈറ്റ് എംബോയ്സിൽ എന്നല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാൽ പോലും ട്രാൻസ്ക്രിപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് കുവൈറ്റ് എംബോയ്സ് ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. പണ്ടൊക്കെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആരും ഡിമാൻഡ് ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം മിക്കവാറും കോളേജുകൾക്കും അല്ലെങ്കിൽ നഴ്സിംഗ് സ്കൂളിനൊന്നും ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്താണ് എന്നുള്ളത് അറിയാത്തത്. അപ്പോൾ ഇത് രണ്ടാണ്. ഞാൻ അയച്ചെന്ന ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ അല്ലെങ്കിൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ പറഞ്ഞാൽ അവർക്ക് ചെയ്തു തരാവുന്നതേ ഉള്ളൂ. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നമ്മളുടെ ഗ്രേഡ് മെയിൻലി മനസ്സിലാക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കിട്ടിയ പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഗുഡ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഏത് ലെവലിലാണ് നമ്മൾ പാസ് ഔട്ട് ആയിരിക്കുന്നത്, അതുപോലെ നമ്മളുടെ പാസ്പോർട്ട് നമ്പർ, അങ്ങനെ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പുതുതായിട്ട് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ പല കോളേജസിനും അതിൻ്റെ ഒരു ഫോർമാറ്റ് അറിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ ചോദിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പലർക്കും മെയിലിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളവർക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും മെയിലിൽ അയച്ചു തരുന്നതായിരിക്കും അതിൻ്റെ ഒരു കോപ്പി. പിന്നെ പലരും പറഞ്ഞു, ഡിപ്ലോമ നേഴ്സസിന് ഇവിടെ അസിസ്റ്റൻറ്റ് നേഴ്സസ് ആയിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡിപ്ലോമ നേഴ്സസ് ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സായിട്ട് തന്നെയാണ്. എല്ലാ റെസ്പോൺസിബിലിറ്റീസും സെയിം ലൈക്ക് എനി അതർ നേഴ്സ്. നമ്മളിപ്പോൾ അസിസ്റ്റൻറ്റ് നേഴ്സല്ല, BSc നേഴ്സസ് ആണെങ്കിലും MSc നേഴ്സ് ആണെങ്കിലും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാഫ് നേഴ്സായിട്ടാണ് ഡിപ്ലോമ നേഴ്സസിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റി. പണ്ടിവിടെ കമ്പനിയിൽ അണ്ടർ എംബോയ്ഡ് സ്റ്റാഫായിട്ട് കൊണ്ടുവന്നത് ഡിപ്ലോമ നേഴ്സസ്, അസിസ്റ്റൻറ്റ് നേഴ്സസ് ആയിട്ട് വന്നിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് സ്റ്റാഫ് നേഴ്സസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഡെസിഗ്നേഷൻ അസിസ്റ്റൻറ്റ് നേഴ്സാണ് എങ്കിൽ പോലും നമ്മളുടെ ജോലിയിലെ റെസ്പോൺസിബിലിറ്റി എല്ലാം സാധാരണ ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെ തന്നെയാണ്. നമ്മളുടെ ഡെസിഗ്നേഷൻ മാറുന്നത് ഇവിടെ വന്ന് 3 monthsന് ശേഷം. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഇൻ്റർവ്യൂ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞ വിവരം അനുസരിച്ച്, അതായത് നമ്മളുടെ എക്സ്പീരിയൻസും പല കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് അവർ അസിസ്റ്റൻറ്റ് നേഴ്സ് എന്നുള്ളൊരു ഡെസിഗ്നേഷൻ വയ്ക്കുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് 3 months നമ്മളുടെ സിവിൽ സർവീസിൽ ഇവിടുത്തെ നമ്മളുടെ പേപ്പേഴ്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു ഡെസിഗ്നേഷൻ അവർ ഫൈനലൈസ് ചെയ്യും. അതുമല്ല, ഇവിടെ നമ്മൾ 5 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പോസ്റ്റ് എപ്പോഴും മാറ്റുന്നുണ്ട്, നമ്മൾ ഗ്രേഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും ഇതിനിടയ്ക്ക് സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് ജോലി ചെയ്യേണ്ടി വരുമോ എന്നുള്ള വിഷമമൊന്നും നിങ്ങൾക്ക് വേണ്ട. പിന്നെ പല ആളുകളും ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ 3 months കഴിഞ്ഞ് കഴിയുമ്പോൾ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നമുക്ക് തരുന്ന അക്കോമഡേഷനിൽ നിന്നും പുറത്ത് താമസിക്കേണ്ടതായിട്ട് വരുമോ എന്ന്. അതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾക്ക് ലോക്കലി റിക്രൂട്ട്മെൻറ്റ് ചെയ്യാത്തതായിട്ടുള്ള അല്ല ഇൻ്റർനാഷണലി എടുക്കുന്ന നഴ്സസിനെ നമ്മൾ അവിടെ നാട്ടിൽ നിന്നും റിക്രൂട്ട് ചെയ്യും. നാട്ടിൽ നിന്ന് മാത്രമല്ല, ഏത് രാജ്യപ്പുറത്ത് കുവൈറ്റിൽ നിന്നൊഴികെ ഏത് രാജ്യത്ത് പോയി റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ പോലും അവർക്കിവിടെ ഹോസ്റ്റൽ സൗകര്യം കൊടുക്കുന്ന ഒരു സാധാരണമായിട്ട് അങ്ങനെയാണ് കണ്ടുവരാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് നഴ്സസിനെ ബൾക്കായിട്ട് ഇത്രയും കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ 3 monthsന് ശേഷം അവർ സ്വന്തമായിട്ട് അക്കോമഡേഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം പഴയ ഒരു രീതിയിലായിരുന്നെങ്കിൽ 3 monthsന് ശേഷവും അവർക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ടല്ലാതെ സിംഗിളായിട്ട് അവർക്ക് എത്ര നാൾ വേണമെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാനുള്ള ഒരു അവകാശവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കോൺട്രാക്റ്റിൽ 3 monthsന് ശേഷം നമ്മൾക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പലരും അങ്ങനെ അക്കോമഡേഷൻ സ്വയമായിട്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ സ്വയമായി ട്രാൻസ്പോർട്ടേഷനും അങ്ങനെ പല കാര്യങ്ങളും. ഇവിടെ എത്രയോ ഇന്ത്യൻ നേഴ്സസ് അല്ലെങ്കിൽ മലയാളി നേഴ്സസ് ജോലി ചെയ്യുന്നു. ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തും ഒക്കെ ആയിട്ടും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊള്ളും. അതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല.
പിന്നെ വേറൊരു സംശയം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്നാണ് നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടത്. പണ്ട് നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഇവിടെ വന്നതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർ ജോയിൻ ചെയ്യുന്നത് അവർക്ക് ഇവിടെ വന്ന് അന്ന് ഇറങ്ങുന്ന അന്ന് മുതലുള്ളൊരു സാലറി അവർക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഡേയിൽ നമ്മൾക്ക് കുറേ ഫോർമാലിറ്റീസ്, കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നമ്മൾക്കറിയാം കുറേ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒഫീഷ്യലി നമ്മൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ എന്ന് വന്നോ അതിന് ശേഷമുള്ള നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ നമ്മൾക്ക് ഏത് ഹോസ്പിറ്റലാണോ അസൈൻ ചെയ്തിരിക്കുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുള്ള ഒരു ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടത് ഒരാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനുള്ള എല്ലാ പ്രിപ്പറേഷനോടും കൂടെ തന്നെ വേണം വരാനായിട്ട്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ യൂണിഫോമും ഇപ്പോൾ നിലവിൽ കുവൈറ്റിലും മെയിൻലി ആയിട്ടുള്ളൊരു യൂണിഫോം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. പാൻറ് ആൻഡ് ഷർട്ട് അതാണ് ഇപ്പോഴുള്ള യൂണിഫോം. ചില ആളുകൾക്ക് ഫ്രോക്കുണ്ട്, ചില ആൾക്ക് സ്ക്രബ്സുണ്ട്. അപ്പോൾ പൊതുവേ ഉള്ളൊരു യൂണിഫോം വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ഏതാണ് ഒരു സ്പെസിഫിക് യൂണിറ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിന് ശേഷം മാറ്റാം. പക്ഷേ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് യൂണിഫോം നമ്മൾക്ക് എപ്പോഴും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് പേഷ്യൻ്റ് അസൈൻമെൻറ്റും അങ്ങനെയൊന്നും തന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് യൂണിറ്റിൽ പോകേണ്ടതായിട്ട് വരികയും അവിടെ നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള ചില ക്ലാസ്സുകൾ നമ്മൾക്ക് ഏത് ഹോസ്പിറ്റലിലാണോ, ഇപ്പോൾ ക്യാൻസർ ഹോസ്പിറ്റലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ പോളിസിനെ കുറിച്ചും അവിടുത്തെ പേഷ്യൻ്റ് കെയറിനെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് അവിടുത്തെ SDUക്കാർ നമുക്ക് ക്ലാസ് എടുക്കുന്നു. ഇപ്പോൾ നിങ്ങളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലേക്കാണ് അസൈൻമെൻ്റ് എങ്കിൽ അത് രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു ടെസ്റ്റിൻ്റെ ബേസിലായിരിക്കും നമ്മൾക്ക് ഇവിടുന്ന് ലൈസൻസ് എല്ലാം അവർ തരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് പ്രോമെട്രിക് എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പ്രോമെട്രിക്കിൻ്റെ ഒരു പാറ്റേണേ ഇല്ല. കുവൈറ്റ് MOHൻ്റെ എക്സാം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് പാസ്സാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ ചില സംശയങ്ങൾക്കെല്ലാം നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്ക് മറുപടി തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.